അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ആത്മസ്നാനം നമ്മൾ 13-ാം വാക്യം മുതലാണ് സംസാരിക്കുന്നത്. 13-ാം വാക്യത്തിൽ പറയുന്ന 2 കാര്യങ്ങളാണ് ആത്മാവിനെ കുറിച്ച്. വി നീഡ് ടു ലേൺ ദ വേർഡ് ഓഫ് ഗോഡ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് വേദപുസ്തകം പഠിക്കേണ്ടത്. എന്താണ് ആത്മസ്നാനം? അവിടെ പറയുന്നുള്ളൂ, വേറൊരു കാര്യം അവിടെ പറയുന്നില്ല. ഓക്കെ, ഇവിടെ പറയുന്ന ആകെ ഒരു കാര്യം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? 1 കൊരിന്ത്യർ ലേഖനം 12:13 പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുന്നുണ്ട്, ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. സോ വാട്ട് ഡിഡ് ദ ഹോളി സ്പിരിറ്റ്? ഇറ്റ് മേഡ് us one body. When did we become one body with Christ? When we received the Holy Spirit. ആത്മാവിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ. That baptism, the word signifies union with someone. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർത്താവ് നമ്മോട് ചേരുവാൻ യോർദാനിൽ സ്നാനമേറ്റപ്പം. അപ്പോ യോഹന്നാൻ സ്നാപകം ഒന്ന് ചോദിക്കുന്നുണ്ട്, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്കല്ലേ ആവശ്യം? നിന്റെ കയ്യിലല്ലേ ആത്മാവിനാലുള്ള സ്നാനമുള്ളത്? എവരിവൺ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പൊ കർത്താവ് പറഞ്ഞു, അതിനു മുമ്പ് നീതിയെ പൂർത്തീകരിക്കാനുണ്ട്. സോ ഐ നീഡ് ടു ബി ഫോർ ദീസ് പീപ്പിൾ. അവരിൽ ഒരാളായിട്ട് ഞാൻ മാറേണ്ടതാണ്. സോ ഐ എം സ്റ്റാൻഡിങ് വിത്ത് ദം. യു ബാപ്റ്റൈസ് മീ. ഞാൻ അവർക്ക് പകരം ഈ ജീവിതം ജീവിക്കാൻ പോവുകയാണ്. So he joined with us in his baptism. We join with him in our baptism. അത് ദൈവം ആ ഒരു കാര്യത്തിൽ ദൈവം അവന്റെ പ്രോമിസിന്റെ നിറവേറലാണ്. അതായത് നമ്മുടെ രക്ഷയുടെ വാഗ്ദത്തത്തിന്റെ നിറവേറലാണ് ആത്മാവിനെ ദൈവം സാധിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം 14-ാം വാക്യം, 14-15 വാക്യങ്ങൾ. ശരീരം ഒരവയവമല്ല പലതത്രേ. അപ്പൊ ഈ ആത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് യൂഷ്വലി ക്യാൻ കം വിത്ത് ഗിഫ്റ്റ്സ്. അതായത് ആത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കം വിത്ത് ഗിഫ്റ്റ്സ്. ഇറ്റ് ക്യാൻ എന്നല്ല, ഇറ്റ് വിൽ കം വിത്ത് ഗിഫ്റ്റ്സ്. ആത്മാവിന്റെ സ്നാനം ലഭിക്കുമ്പോൾ യു വിൽ ഗെറ്റ് സം ഗിഫ്റ്റ്സ്. അതിന്റെ തെളിവ് എന്താ? നിങ്ങൾ ആത്മാവിന്റെ സ്നാനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, ഡെഫിനറ്റ്ലി. കാരണം അതിന്റെ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്തിനാണ് നമുക്ക് തീർച്ചയായും received the Spirit of God, if you have received the baptism in the Spirit, definitely you will have some gift. ഇതിനു വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനു വേണ്ടിയാണ്. ശരീരം എന്ന് പറയുന്ന ഒരവയവമല്ല. ദാറ്റ്സ് ദ റീസൺ. ശരീരം എന്ന് പറയുന്ന ഒരവയവമല്ല, അനേകം അവയവങ്ങളാണ്. ഓരോ അവയവത്തിന്റെയും ഉദ്ദേശം വേറെ വേറെയാണ്, ഫങ്ഷൻ വേറെ വേറെ. അപ്പോ ഒരു ശരീരമായിട്ട് യോജിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? വാട്ട് വുഡ് ഹാപ്പൻ? ഒരു ശരീരവുമായിട്ട് നമ്മൾ യോജിപ്പിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കേണ്ടത്? അവിടെ ഓരോ അവയവവും ഓരോ കറക്റ്റ് പൊസിഷനിൽ യോജിപ്പിക്കപ്പെടും. ഇഫ് യു ആർ യു ഷുഡ് ഫങ്ഷൻ ലൈക്ക് എ ഹാൻഡ്. അതിനുള്ള ആത്മകൃപാവരം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ഓരോ അവയവത്തിനും അതിന് യുക്തമായ, അപ്പൊ ആത്മീക ശരീരം പണിയപ്പെടുമ്പോൾ the spirit achieves 2 things. One is that we are united as one body. ആ ബോഡി ആണെന്നുള്ള ഐഡന്റിഫിക്കേഷനിൽ തന്നെ നമുക്ക് ഒരു കാര്യം അറിയാം, ഗിഫ്റ്റ്സ് ആർ ഡിഫറെന്റ്. ശരീരം ഒന്നായതുകൊണ്ട് തന്നെ ഗിഫ്റ്റുകൾ ഡിഫറെന്റ് ആണ്. ആ ഗിഫ്റ്റുകളുടെ ഡിഫറൻസ് വി നീഡ് ടു നോട്ട്. ഞാൻ ഈ വാക്യങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്, അല്ലെ? am I right? If you feel it shall not be like that, you can note it down. കാരണം ഇത് ഡോക്ടറിന് കോൺട്രവേഴ്സി ഉള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, when you are receiving the baptism of the Spirit, you will definitely. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് നമ്മൾ ഒരു അവയവമായിട്ട് മാറുമ്പോൾ ഏത് അവയവം അതിന്റെ പ്രത്യേകമായ ഒരു ഒട്ടിക്കലുണ്ട്. നിങ്ങൾ ശുശ്രൂഷകനാണോ, പ്രവാചകനാണോ, എന്താണ് നിങ്ങളുടെ മിനിസ്ട്രി എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ അവയവം എന്നുള്ള രീതിയിൽ അവിടെ ഫുൾഫിൽ ചെയ്യേണ്ടതെന്നുള്ളത്, യു ഗെറ്റ് വാട്ട് ഗോഡ് ഹാസ് കോൾഡ് യു ഫോർ. ഓക്കെ, പക്ഷെ നമുക്കിത് ഇല്ലാന്ന് തോന്നാൻ കാരണം വി ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ സ്പെക്ടാക്കുലർ ഗിഫ്റ്റ്സ് എന്നുള്ളതുകൊണ്ട്. സ്പെക്ടാക്കുലർ ഗിഫ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സ്പെക്ടാക്കുലർ ഗിഫ്റ്റ് വേണം നിർബന്ധമൊന്നുമില്ല. എനിവേ, ഇഫ് യു ആർ എലക്റ്റഡ് ആസ് ആൻ ഓർഗൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് സം ഗിഫ്റ്റ്. എന്താ കാരണം? ബോഡിയിലെ ഓർഗൻസ് എല്ലാം, അവയവങ്ങളെല്ലാം ഡൈവേഴ്സ് ആണ്, ഭയങ്കര ഡിഫറൻസ് ആണ്. മൂക്കും വായും തമ്മിൽ ഒരു അടുത്തടുത്ത് കണ്ടപ്പോൾ ഒരു പരിചയം ഉണ്ടാവില്ല, ഒന്നിച്ചിരിക്കുന്ന പോലെ തോന്നും.
അവരെ രണ്ട് സ്ഥലത്ത് മാറ്റി നിർത്തിയാൽ അവർ തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല. സോ ഡിഫറെന്റ് ആൻഡ് ഡൈവേഴ്സ്. നമ്മുടെ ശരീരത്തിൽ വേറൊരു അവയവം ഉണ്ടാവില്ല. അതുപോലെയാണ് സഭയിലും എല്ലാവരും ഒരുപോലെ കോപിക്കാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമല്ല. എവ്രി വൺ വിൽ ബി ഡിഫറെന്റ്. എവ്രി വൺ ഷാൽ ബി ഡിഫറെന്റ്. ആ ഡിഫറൻസ് എങ്ങനെ ഒരു റിതമിൽ വരും? ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ഗിവിംഗ് ദ ഗിഫ്റ്റ്സ് അല്ലെ? അതുകൊണ്ട് കിട്ടുന്ന നമ്മുടെ വ്യത്യാസങ്ങൾ ആരുണ്ടാക്കുന്ന? ദൈവാത്മാവ് തന്നെ സൃഷ്ടിക്കുന്ന. സോ ഇറ്റ്സ് എ സിൻക്രണൈസ്ഡ് ഡിഫറൻസ്. ആ വ്യത്യാസങ്ങളെല്ലാം സിൻക്രണൈസ്ഡ്. ഇന്നത്തെ സഭയ്ക്ക് ഒരു സഭയായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഗിഫ്റ്റ്സ് ആർ കൺസിഡേർഡ് സുപ്പീരിയർ ടു അതർ ഗിഫ്റ്റ്സ്. അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് ഒരു യൂണിഫൈഡ് ശബ്ദം ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് പലരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. വി നീഡ് ടു ഹാവ് ഡിഫറെന്റ് ഓർഗൻസ് ഇൻ എനി ഹെൽത്തി ചർച്ച്. ഡിഫറെന്റ് ഓർഗൻസ് ഷാൽ ഫുൾഫിൽ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ടീച്ചർ, എന്റെ സഭ, ഞങ്ങളുടെ എറണാകുളത്തെ സഭയെ കുറിച്ചാട്ടോ പറയുന്നത്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് അതർ പീപ്പിൾ. അല്ലെങ്കിൽ വേറെ സഭകളിൽ പോകാതെ നമ്മുടെ സഭയാണ്, ഞങ്ങളുടെ സഭയാണ് ഇതെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രം പറയാം. സപ്പോസ് യു ആർ സിറ്റിംഗ് there and I am teaching you as a teacher and you are always listening, I am always speaking. രണ്ട് അവയവങ്ങളെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. ഒരു നാക്ക്, ഒരു 200 ചെവി, വേറൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയുള്ള ഒരു അവയവമായിരിക്കും അത്? അപ്പൊ യേശുവിന്റെ ശരീരത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്. അപ്പൊ ഡൈവേഴ്സിറ്റി ആയ തല്ലിപ്പൊളി ആവില്ലേ പാസ്റ്റർ എന്നോട് ചോദിക്കരുത്. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ചെയ്യുന്നൊന്നും തല്ലിപ്പൊളി ആകാൻ വേണ്ടിയല്ല. He does everything in the most beautiful symphony. ആ ബ്യൂട്ടി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. That's why I like it when people think differently. കാരണം കാർഡിനൽ ട്രൂത്ത്സിൽ വ്യത്യാസം ഉണ്ടാകാതെ, if you can base your foundation in Christ, ആ ഒരു അടിസ്ഥാനം മാറാതെ, there should be diverse thinking. There should be. അപ്പൊ അത് പൊതു ഉപയോഗത്തിനുള്ളതാ. അപ്പൊ എല്ലാവരുടെയും ഗിഫ്റ്റുകൾക്ക് ഒരു പൊതു ഉപയോഗമുണ്ട്. ഇപ്പൊ സഭ ഒരു കമ്മ്യൂണിറ്റി, ഒരു ലൈഫ് പകരുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറുന്നത്, പ്രിയ സഹോദരങ്ങൾ, ഞാൻ എന്നും വിശ്വസിക്കുന്നത് നമ്മുടെ ഡ്രൈ അവസ്ഥകൾ മാറാൻ ഈ ആത്മാവ് നടത്തുന്ന ഒരു തലത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ കൃപാവരങ്ങളുടെ ആത്മാക്കൾ നടത്തിക്കോളും. ശുശ്രൂഷിക്കാനുള്ള വരം, ഒരു അതിഥി വന്നാൽ സ്വീകരിക്കാനുള്ള വരം, സ്നേഹിക്കാനുള്ള വരം, വിശ്വാസം കാണിച്ചു കൊടുക്കാനുള്ള വരം. കഷ്ടതയിൽ പോകുന്ന കുറെ ആൾക്കാർ കാണാം, അവരിങ്ങനെ വിശ്വാസം കാണിച്ചു എക്സാമ്പിൾസ് ആയിരിക്കും നമുക്ക്, നമ്മൾ മുട്ടുകുത്തിപ്പോ. സോ ദേ വിൽ ബി ബിൽഡിംഗ് എ സഭ. ഭയങ്കര കഷ്ടത നിങ്ങളുടെ സഭയിലില്ലേ? ഉണ്ടാവും. അവരേത് വാക്യം അനുസരിച്ച് വന്നവരാന്നറിയോ? അവര് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വെച്ച് വന്നവരാ. അവിടെ എന്താ പറയുന്നേ? വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പൊ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ വിശ്വാസം എന്ന കൃപാവരം മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി കൂടെയാണ്, അവർക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി, ആ കൃപാവരം കൊണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ചില ആളുകളെ ദൈവം കഷ്ടതയിലൂടെ വിടുന്നത്. So we need all sorts of people. എല്ലാവരും ബ്ലെസ്ഡ് ആണ്. അവന്റെ ആത്മാവുള്ളവരെല്ലാം അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. There is no difference. ഒരു ഗിഫ്റ്റും വേറൊരു ഗിഫ്റ്റിനേക്കാൾ സുപ്പീരിയറല്ല. So we need to give to the gifts of the spirit. ആത്മാവിന്റെ കൃപാവരങ്ങൾ എന്താണോ അത് നമ്മൾ ശ്രദ്ധയോടെ കരുതുക തന്നെ വേണം. കാരണം കൊരിന്ത്യ ലേഖനവും ബൈബിളിന്റെ ഭാഗമാണ്. ഇൻസ്ട്രക്ഷൻസ് ആർ ഫോർ ദ ഹോൾ ചർച്ച്. വാട്ട് എവർ പോൾ സേസ് ഇസ് നോട്ട് ഫോർ വൺ ചർച്ച്, ഇറ്റ്സ് ഫോർ ദ ഹോൾ ചർച്ച്. കൊരിന്ത്യ സഭയോട് പൗലോസ് സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴും പറയുന്നത് ഈ ഉപദേശങ്ങളിൽ എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രം എന്താ വേറൊരു ഉപദേശം എന്നാണ് ചോദിക്കുന്നത്. യു വിൽ കം ടു ഓൾ ദോസ് മിനിസ്ട്രീസ് ഓഫ് വിമൻ ആൻഡ് ഓൾ സ്ലോലി. ഒത്തിരി കോൺട്രവേഴ്സിയാണ് സത്യം പറഞ്ഞ കൊരിന്ത്യ ലേഖനം. കോൺട്രവേഴ്സി വിഷയങ്ങളാണ്, എവിടെ തൊട്ടാലും കോൺട്രവേഴ്സി. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചതിനെ നേരിടാന്ന് വിചാരിച്ചാണ് ഇതെടുത്തത്. കാരണം വി നീഡ് ടു ഗോ ത്രൂ ദീസ് തിങ്സ്. ഓക്കെ, 14-15 വാക്യങ്ങൾ. ശരീരം ഒരവയവമല്ല, പലതത്രേ. ഞാൻ കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാല് പറയും. അപ്പൊ ഒരു കാലിരുന്ന് പറയേ, നിന്നെ കണ്ട എന്നെ പോലില്ല. അപ്പൊ നീ എന്റെ കൂടെ ഇരുന്ന് കർത്തൃമേശ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, നീ എന്നെ പോലില്ല. എന്ത് ചെയ്യും? ഞങ്ങൾ വേറെ സഭ തുടങ്ങാൻ പോവാ, ഞങ്ങളുടെ രീതി വേറെയാ. എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കണ്ണല്ലായതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ
അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. സ്റ്റേ ക്ലോസ് to your local church and examine its doctrines. അതിന്റെ ഉപദേശം അതൊന്നും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച് അല്ല എങ്കിൽ പ്രത്യേകമായിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ ഏത് ഉപദേശമാണ് ഫോളോ ചെയ്യുന്നത്? യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ 14, 15, 16 വാക്യങ്ങളിൽ പറയുന്ന അവയവങ്ങൾ തമ്മിലുള്ള തമ്മിത്തലിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും അവയവങ്ങൾ തമ്മിൽ ദ്വേഷിക്കാറില്ല, ഉണ്ടോ? ഒരിക്കലും ദ്വേഷിക്കാറില്ല. കൈക്ക് എന്ത് വേദനയായി, കൈയുടെ കാര്യം, ആ കൈ ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇന്നേ വരെ വേറൊരു അവയവം ചിന്തിച്ചിട്ടില്ല, തലയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സിങ്കിങ് ആണ്. അപ്പോ നമ്മൾ വിശ്വസിക്കുന്നത് അറിയോ, ആത്മാവിന് ഇതിനേക്കാൾ ഭയങ്കര സിങ്കിങ് വരുത്താൻ പറ്റുമെന്നുള്ളതാണ്. when we are built in one, built like one body, ഒരിടർച്ചയും ഇല്ലാതെ സിങ്ക് ചെയ്യാൻ ആത്മാവിന് പറ്റും. God can do it. That's why we are given the Holy Spirit. That's why we are baptized by that one Spirit. Okay. 17 വാക്യം, ശരീരം ശ്രവണം എവിടെ? എല്ലാം കാണുന്നുണ്ടോ, ഒന്നും കേൾക്കുന്നില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ. മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ഘ്രാണം എന്ന് പറഞ്ഞാൽ മണക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നു. അതെ, സ്മെൽ, അതിന്റെ ഓർഗൻ എവിടെ? അപ്പൊ സഭയ്ക്ക് എല്ലാ സെൻസസും ഉണ്ടാകണം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇടേണ്ടതല്ലാത്ത ശബ്ദം, കുറുക്കന്റെ ശബ്ദം എല്ലാം സൂക്ഷിക്കണം. So we need people like that in every church. ഇത്തിരി വഴക്കൊക്കെ ഉണ്ടാവും, നല്ലത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലെ? വഴക്കൊക്കെ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ഈ വചനത്തിന്റെ ഗ്രാമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകും. ഓക്കെ, സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആകെ നോക്കുമ്പോൾ ഒരവയവമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ശരീരം എന്ത് ചെയ്യും? ശരീരം കാണാനില്ല, സഭ പോക്കാം. ഒറ്റ അവയവം ഉള്ളിടത്ത് സഭയില്ല, ആള് മാത്രമേ ഉള്ളൂ. സകലതും ഒരവയവമായി പോയാൽ സഭ എവിടെ? സഭ എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ആ ഒരാൾ മാത്രം. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല അവയവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ്, ആ യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ഇന്ന് സഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം കൃപാവരങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം സ്റ്റേജിൽ നിൽക്കുന്നയാളുടെ പഠിപ്പിക്കാനുള്ള വരമൊക്കെ എല്ലാവർക്കും അറിയാം, അതൊക്കെ എല്ലാവരും സംബന്ധിച്ചു. പക്ഷെ അതല്ല പ്രശ്നം. പ്രശ്നം അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവനെ എങ്ങനെയാണ് ദൈവം അവയവങ്ങളായി സഭയോട് ചേർത്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഫ്രണ്ടിൽ വന്നും ബാക്കിൽ വന്നും വർഷങ്ങളായിട്ട് കൈയടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, കൃത്യമായി സ്തോത്രമായി ചെയ്യുകയും ദശാംശം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോ കൃത്യമായി സ്തോത്രയാഴ്ചയും ദശാംശവും ഒക്കെ കൊടുത്ത് കൃത്യമായി സഭയുടെ പുറകിൽ വന്നിരുന്ന് കൈയടിച്ചിട്ട് പോകുന്ന ആ അവയവത്തിന്റെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒരു പിടിയില്ല. സോ ദിസ് ഈസ് ദ ട്രബിൾ. ഓക്കെ, മുമ്പോട്ട് പറയുമ്പോൾ പറയാണ്, 24 വാക്യത്തിൽ പറയുന്നു, കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞുകൂടാ. ബലം കുറഞ്ഞവെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ഈ ചെറിയ വിരൽ വേണ്ടാന്ന് വിചാരിക്കാൻ പറ്റില്ല, വലിയ ഗുണമില്ലാന്ന് വിചാരിക്കാൻ പറ്റില്ല. അവനെ കൊണ്ടൊക്കെ എന്താ പ്രയോജനം? സഭയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ല, അതിനർത്ഥം പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്നായിരിക്കുള്ളൂ. കാരണം ഇന്ന് മാമോൻ വാഴുന്നത് കൊണ്ട് പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് പറയുന്നത് പൈസ ഇല്ലാത്ത പാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുന്നവർ ആരാന്നറിയോ? എർത്തിലി അസറ്റ് ഉള്ളവരാ. എർത്തിലി അസറ്റ്. ഇന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ആരാ? ഭൂമിയിലെ അസറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളവരാ.
അപ്പൊ ഭൂമിയിൽ അസറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ള ആളുകൾ ആണ് സഭയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആക്ച്വലി ദേ ഷുഡ് ബി ഗിവൺ വാർണിംഗ്സ് മച്ച് മോർ ദാൻ എനിവൺ എൽസ്. പക്ഷെ അവരാണ് ഇപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോ ആത്മീക കൃപാവരങ്ങൾക്ക് പകരം നമ്മൾ നേടി ലോകത്തിന്റെ ധനമാണ് ഇന്ന് സഭകളെ നിയന്ത്രിക്കുന്നത്. പണത്തെക്കുറിച്ച് മാത്രമല്ല, സ്വാധീനം, വിവേചന ശക്തി, ഇങ്ങനെ പ്രാണനിൽ ബലപ്പെട്ടവരും തടിച്ചവരും ആളുകളാണ് ഇന്ന് സഭയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ പ്രശ്നം. That's what I told in other words. കൃപാവരങ്ങൾ, ഓരോ അവയവങ്ങളിലുമുള്ള ദൈവിക ഫംഗ്ഷന്റെ നിറവേറൽ എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുന്ന അപകടം. ആ അപകടം എത്തിച്ചേർക്കുന്ന എവിടെയാണെന്നറിയോ? ആത്മീയ കൃപാവരങ്ങൾ അവഗണിക്കുകയും ശാരീരികമായ എബിലിറ്റീസ് അല്ലെങ്കിൽ മാനസികമായ എബിലിറ്റീസ്, ബുദ്ധി, സ്വാധീനം, ഇങ്ങനെയുള്ള അവയവങ്ങൾ വളരെ ശക്തമായിട്ട് ഈ സഭയുടെ അവയവങ്ങൾക്ക് പകരം, ശരീരത്തിലെ അവയവങ്ങൾക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ക്രിസ്തുവിനാലുള്ള കൃപാവരങ്ങളാൽ പണിയപ്പെടുന്ന അവയവങ്ങൾക്ക് പകരം ലോകത്തിന്റെ ധനത്താലും ഗ്ലോറിയാലും പണിയപ്പെടുന്ന കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ശരീരം കർത്താവിന്റെ ശരീരമല്ല. നമ്മൾ പറയാതെ അറിയാമല്ലോ, കർത്താവിന്റെ ശരീരമല്ല. A body of the Lord cannot be built by earthly, worldly organs. ലോകപരമായ അവയവങ്ങൾ വെച്ച്, ലോകത്തിന്റെ സ്കില്ല് വെച്ച്, ആ മഹത്വം വെച്ച് നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരം പണിയാൻ കഴിയില്ല. അതിന് ആത്മാവിന്റെ കൃപാവരങ്ങളും നടത്തിപ്പും ആവശ്യമാണ്. ശരീരത്തിൽ മാനം കുറഞ്ഞു പോയെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമുക്ക് വലിയ ഇഷ്ടമില്ലാത്ത, പറയാനൊക്കെ നാണമുള്ള, ലജ്ജയുള്ള പല അവയവങ്ങൾക്കും ദൈവത്തിന് മുമ്പിൽ മാനമുണ്ട്. Because God created every organ in its perfection. അതുകൊണ്ട് മനുഷ്യ ശരീരത്തെ നോക്കുന്ന പോലെ തന്നെയാണ് സഭയെ നമ്മൾ നോക്കേണ്ടത്. Each organ is important. However insignificant it may seem, still it's important. 24-ാം വാക്യം, നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാല്, എന്താ ഒരു എക്സാമ്പിൾ പറയുന്നത്? ഓക്കെ, ചുണ്ടുകൾക്ക് അഴക് പോരാൻ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യും? വല്ലതൊക്കെ വാരി തേച്ച് അഴകുണ്ടാക്കും, ഇല്ലേ? നഖങ്ങൾക്ക് അഴക് പോരാൻ തോന്നി എന്ത് ചെയ്യും? എന്തെങ്കിലും ക്യൂടെക്സോ വല്ലതൊക്കെ തേച്ച് അത് ക്ലീൻ ആക്കി എടുക്കും. എവിടെയാണോ ഇത്തിരി പ്രശ്നമുള്ളത് അത് പരിഹരിക്കും. കറുപ്പ് കളറാണ് പ്രശ്നമെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലിയോ പൗഡർ ഇട്ട് അത് റെഡിയാക്കി എടുക്കും. ഇങ്ങനെ പലവിധ നമ്മുടെ നാട്ടിൽ സൗന്ദര്യവർദ്ധനവിനുണ്ട്. അത് എന്തിനാന്നറിയോ? ശരിയാകാത്തോണ്ടാ, അല്ല നന്നായതുകൊണ്ടല്ല. ഈ നല്ല കോൺഫിഡൻസ്, നല്ല സുന്ദരന്മാരും സുന്ദരികളും അല്ല ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. കണ്ണാടിയിൽ എത്ര നോക്കിയിട്ടും തൃപ്തി ആകാത്തവരാ പോകുന്നത്. കാരണം അഴക് കുറഞ്ഞവയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ മാനം അണിയിക്കാൻ വേണ്ടി ആൾക്കാർ വെപ്രാളപ്പെടുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് പല ആശയങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ. ഇവിടെ പറയുന്ന ആശയം അതല്ല. ഈ അഴകിത്തിരി കുറഞ്ഞതിന് നമ്മൾ എങ്ങനെ അതിനെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നോ അതുപോലെ തന്നെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ ശരീരത്തിൽ ബലം കുറഞ്ഞതും അഴക് കുറഞ്ഞതും അവൻ മാനിക്കുന്നുണ്ട്. How beautiful. Then someone thinks I am absolutely useless in the church. God says, നീ ഏറ്റവും അഴക് കുറഞ്ഞതും മാനം കുറഞ്ഞതുമാണെങ്കിൽ നിന്നെ അതിന് മാനം ഞാൻ തന്ന് ശരിയാക്കി എടുക്കും. So no one is indispensable and no one will be thrown out. Everyone receives the same share of God's glory and His excellence. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു? അപ്പൊ ആത്മാവിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് സോ ബ്യൂട്ടിഫുൾ, ആൻഡ് ഹി ക്രിയേറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ഇൻ എവറി ചർച്ച്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചർച്ചിനെ പ്രതികരിച്ചാലും അവിടെ എല്ലാം ഒരു ബ്യൂട്ടി സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ. And God can create that beauty in any church. എവിടെയായാലും അത് സാധിക്കും.
And that's his grace. And that's what he is trying to achieve through the Spirit of God. ഞങ്ങളുടെ ചർച്ചിൽ പാവപ്പെട്ടവരാണ് ബ്രദറെ. കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? ഉദ്ദേശം ആത്മാവിന്റെ പ്രവർത്തികൾ നടക്കൂല എന്നല്ല, ലോകത്തിന്റെ ബലഹീനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ വിശ്വാസികളുടെ ഗ്ലാമർ നോക്കാറുണ്ടോ? പക്ഷെ നേരെ തിരിച്ച് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും മാനം കുറഞ്ഞതിനായിരിക്കും ദൈവം ഏറ്റവും മാനമായിട്ട് സ്നേഹത്തോടെ ആയിരിക്കും നോക്കുന്നത്. ദോസ് ആർ ബ്രോക്കൺ. ഒരു ബ്രോക്കൺ ഫിംഗർ ഉണ്ടെങ്കിൽ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഞാൻ എന്ത് കെയർഫുൾ ആയിരിക്കും അത് എവിടെയും തട്ടാതെ. അപ്പൊ കർത്താവ് അവന്റെ ശരീരത്തിലെ മാനം കുറഞ്ഞതും ബലം കുറഞ്ഞതുമായ അവയവങ്ങൾ എത്ര കെയർഫുൾ ആയിട്ടായിരിക്കും കൊണ്ട് നടക്കുന്നത്. When people ridicule them, not discerning the body of the Lord, കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ സഹോദരനെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മുടെ പരിഹസിക്കുമ്പോൾ, ബലമില്ലായ്മ പരിഹസിക്കുമ്പോൾ, ദൈവം എത്ര കരുതലോടെ ആയിരിക്കും ഈ ഗുണമില്ലാത്ത അവയവങ്ങളെ അവൻ മാനം അണിയിക്കുന്നത്. So we cannot underestimate anyone, cannot cannot belittle anyone. ആരെയും താഴ്ത്തി പറയാതെ ഇടവരുന്നത്. കാരണം God respects, God honors everyone. ദൈവം എല്ലാവർക്കും മാനം നൽകും. ഓക്കെ, നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് ഇത് ആവശ്യമില്ലല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിത് വാക്യം വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, സുന്ദരന്മാർക്ക് സുന്ദരിമാർക്ക് എന്താ ആവശ്യമില്ല? ബ്യൂട്ടി പാർലർ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും അഴക് കുറഞ്ഞെന്ന് തോന്നുന്നവർക്കാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പൊ കൂടുതൽ പരിഗണനയും ലാളനയും കിട്ടുന്നത് ഇത്തിരി ബലഹീനം. നമ്മൾ സഭയെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു നോക്കി. They deserve more love. If someone is weak, fail again and again, cry and fail again, then cry and again fail. ഓ, ഭയങ്കര ബലഹീനനായ മനുഷ്യൻ, അവന്റെ പുറകെ നമ്മൾ മാറി. Don't throw him out. One day he will find faith in the Lord. വിശ്വാസം കാണാതെ വിഷമിക്കുന്ന സഹോദരൻ, നന്നാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ we should never throw anyone out unless they break the social rules. Okay. ശരീരങ്ങളിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധിക മാനം കൊടുത്തുകൊണ്ട് ശരീരം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിൽ ഭിന്നത വരില്ല. ഭിന്നത ഒരിക്കലും വരാത്ത ഒരു അറേഞ്ച്മെന്റ് ആണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും അവയവത്തിന് ബ്യൂട്ടി കുറവാണെങ്കിൽ അതിന് ചുറ്റുമുള്ള അവയവങ്ങൾ വെച്ച് ദൈവം അത് കവർ ചെയ്തോളൂ. ഇതൊക്കെ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. നമുക്കിത് അറിയാമല്ലോ. വി ഓൾ ആർ അണ്ടർ ഗ്രേസ് ആൻഡ് എനിത്തിങ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. അതായത് നിങ്ങളുടെ കൈയുടെ വിരലിന് വേദനയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറയാം, അയ്യോ കൈവേദനയാണല്ലോ, അത് കൈക്കല്ലേ, അവൻ സഹിക്കട്ടെ എന്ന് പറയോ? ഏതെങ്കിലും ഒരു ശരീരം അങ്ങനെ പറയൂ? ഇല്ല. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ സന്തോഷിക്കുന്നു. അപ്പൊ ഒരാൾ പറയോ, ഓ നിങ്ങളുടെ കണ്ണുകൾ കാണാൻ എന്ത് നല്ലതാണ്. അപ്പൊ ഉടനെ മൂക്ക് പറയാം, ശേ മൂക്കിനെ കുറിച്ച് എന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത്രയും നല്ല മൂക്കായിട്ട് ഇവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഏതെങ്കിലും അവയവം ചിന്തിക്കും? ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് തോന്നുന്നു. എന്ത് ചെയ്യാനാ? പൗലോസ് നേരത്തെ പറഞ്ഞു പാലേ തരാൻ പറ്റുള്ളൂ. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്ന ആർഗ്യുമെന്റ്സ് ഇതൊക്കെ. എത്ര നേരമല്ലേ പൗലോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് കർത്തൃമേശ എടുത്ത് വഴക്കുണ്ടാക്കും. കൃപാവരങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ബഹളം. അതുപോലെ അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനിടയിൽ പൗലോസിന്റെ ഗ്രൂപ്പുകാരും ഇതിനിടയിൽ പിന്നെ വന്ന് പരിജ്ഞാനം, ക്രിസ്തുവിന്റെ വചനം, ക്രൂശ് ഒന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ പൗലോസ് ഒരു വടി എടുത്തുകൊണ്ട് വന്നിട്ട് പാല് കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്ന ഒരു സീനാണ് 1 കൊരിന്ത്യർ ലേഖനം മുഴുവൻ. ഈ പാല് കുടിപ്പിക്കുന്ന രീതി കണ്ടോ? ശരീരത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ് കണ്ടിന്യൂ കഥ പറഞ്ഞ് പിള്ളേരുടെ പറയുന്ന പോലെ, വെറും VBS പിള്ളേരെ പോലെ കൊരിന്ത സഭക്കാരെ ട്രീറ്റ് ചെയ്യുന്നു. കാരണം വളർന്നിട്ടില്ല. സ്റ്റിൽ ഡ്രിങ്കിങ് മിൽക്ക്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാൻ വഴിയില്ല. ഭിന്നത ഉള്ള ഒരു സഭയിലും ഗ്രഹിക്കാൻ പറ്റത്തില്ല, പരിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിസം ഉള്ള ചർച്ചയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അറിയാൻ പറ്റുമോ?
ഗ്രൂപ്പിസം ഉള്ള ചർച്ചിൽ പ്രസംഗിക്കാൻ പലപ്പോഴും ഞാൻ ഒരു പ്രാവശ്യമല്ല, ഞാൻ പല സമയത്തും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ സഭയിൽ അവിടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പൗലോസിന്റെ അപ്പല്ലോസിന്റെ പക്ഷക്കാർ ഒരു ചർച്ചിലുണ്ടെങ്കിൽ ദേ ആർ കാർണൽ പീപ്പിൾ. അവർക്ക് ആത്മീയ സത്യങ്ങളെ വിവേചിക്കാനുള്ള കഴിവില്ല. ദേ വിൽ ഓൾവേസ് ഡ്രിങ്ക് മിൽക്ക്. അങ്ങനെ പോയി സഭകളിൽ നിൽക്കുമ്പം ഞാൻ ഇങ്ങനെ 8:30 വരെ പ്രസംഗിക്കണം എന്ന് വിചാരിച്ചോ. ഞാനൊരു ചർച്ചിൽ എക്സ്പീരിയൻസ് പറയാം. 8:30 വരെ പ്രസംഗിക്കാനാണ് വിചാരിക്കുന്നത്. 7 മണിക്ക് തുടങ്ങിയതാണ് പ്രസംഗം. എനിക്കൊരു 7:45 ആയപ്പോഴേക്കും മടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പ്രസംഗമൊന്നും ഇല്ല. എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ, അവർക്കാർക്കും വേണ്ട. അപ്പൊ ഞാനിത് ആരോട് പറയണം? 7:45, 8:15, 8:20 ആയപ്പോഴേക്കും ഞാൻ തീർന്നു. പറയാൻ പറ്റുന്നില്ല, ക്ലോസ് ചെയ്തു. സാധാരണ പാസ്റ്റർമാർ 8:30 വരെ പറഞ്ഞാൽ 9 വരെ നീട്ടിയാലേ അവർ ആത്മീയനാന്ന് വരുള്ളൂ. ഞാൻ 10 മിനിറ്റ് നേരത്തെ നിവൃത്തിയില്ല, ഇറങ്ങുന്നില്ല. ആത്മാവിന്റെ പ്രവർത്തനം ഇതുപോലെ ഹനിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിക്കാമെന്ന് വിചാരിക്കേ വേണ്ട. ആത്മാവിൽ ഒന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. യു റിമെയിൻ കാർണൽ ആൻഡ് യൂസ്ലെസ്, ഇൻഎഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ലെസ്. ഇനി അതേ സമയത്ത് ഗ്രൂപ്പിസം ഇല്ലാത്ത പാസ്റ്റർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ പാസ്റ്ററുടെ ചുറ്റുമായിരിക്കും ആൾക്കാരെല്ലാം കിടത്തിയിരിക്കുന്നത്. അവിടെ ഒന്നും പഠിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ നോട്ട് സീക്കിംഗ് ഗോഡ് ബട്ട് സീക്കിംഗ് ദ ഫേവർ ഓഫ് എ മാൻ. സോ കർത്താവ് പറഞ്ഞൊരു പ്രോമിസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. കർത്താവിന്റെ അടുത്തോട്ട് ഏൽപ്പിക്കാന്നുള്ളതല്ലാതെ ആ ശുശ്രൂഷകൾ ദൈവം നമ്മൾ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നോ അത് ചെയ്ത് ഹമ്പിളായിട്ട് നിലത്തിരിക്കാനല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യുവാനില്ല. ഓക്കെ, ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരം നോക്കുമ്പോൾ, പക്ഷെ വേറെ വേറെ നോക്കിയാൽ നമ്മളെല്ലാം ഓരോ ഷേപ്പുള്ളവരും ഓരോ ഫംഗ്ഷന് വേണ്ടി വിളിക്കപ്പെട്ടവരുമാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് പുതിയ നിയമ പ്രവാചകന്മാരാണോ അതോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ദാറ്റ്. രണ്ടും ആകാം. പക്ഷെ എനിക്ക് കൂടുതൽ തോന്നുന്നു ഒരുപക്ഷെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണോ. അവരൊന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നല്ലേ പഴയ നിയമ പ്രവചനങ്ങൾ എടുത്തുകൊണ്ടാണ്. അപ്പൊ പഴയ നിയമ പ്രവചനങ്ങൾ എടുത്ത് ആണ് യേശുക്രിസ്തുവിനെ തെളിയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ആ പഴയ നിയമ പ്രവചനങ്ങളിലുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ. പുതിയ നിയമ പ്രവചനങ്ങൾ അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരായിരുന്നോ വചനത്തിന്റെ ഫൗണ്ടേഷൻ? ഐ ഡോണ്ട്, അതിലായിരിക്കാം. ബട്ട് എനിവേ, അപ്പോസിൽസ് ആൻഡ് പ്രൊഫറ്റ്, അതാണ് ഒന്നും രണ്ടും പൊസിഷൻസ്. മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തന്മാരെ നിയമിക്കുക. അപ്പൊ എഫെസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ഉപദേഷ്ടാക്കൾ മുമ്പ് ഇടയന്മാരും ഉണ്ട്, സുവിശേഷകന്മാരും ഉണ്ട്. ഓർഡർ അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷെ ഒരു കാര്യം അറിയാം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് അതിന്റെ പില്ലേഴ്സ്. പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പൊ അപ്പോസ്തലന്മാരും പ്രോഫിറ്റ്സും കഴിഞ്ഞുള്ള ഫൗണ്ടേഷണൽ ഗിഫ്റ്റ്സ്, അത് മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷണൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. അവരാണ് സ്ക്രിപ്ചറിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത്. ഒള്ളി ദേ, അവർ രണ്ടുപേരുള്ളൂ. ഉപദേശകരെ ഈ വചനം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരാണ്. ദേ ആർ ഓൺലി ഇന്റർപ്രറ്റേഴ്സ് ഓർ പീപ്പിൾ ഹു എക്സ്പ്ലെയിൻ തിങ്സ്. അല്ലാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അതോറിറ്റേറ്റീവ് ആയിട്ട് പഠിപ്പിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇൻ ദാറ്റ് സെൻസ് ഐ തിങ്ക് ഓൺലി ദ പ്രോഫറ്റ്സ്, വെദർ ഓൾഡ് ടെസ്റ്റമെന്റ് ഓർ ന്യൂ ടെസ്റ്റമെന്റ്, അവർക്ക് മാത്രമേ ഈ വേദ പുസ്തകത്തിന്റെ ആധികാരികതയിലേക്ക് എത്താവുന്ന തരത്തിലുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. നോ വൺ എൽസ്. ഇങ്ങനെ ഒന്നാമത് രണ്ടാമതും അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കും. അത് ശുശ്രൂഷ വരങ്ങളാണ്. അതിനുശേഷം വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം,
സഹായം ചെയ്യുവാനുള്ള വരം. നിങ്ങൾ ശ്രദ്ധിക്കണേ എങ്ങനെയൊക്കെ മിക്സപ്പ് ആക്കിയിരിക്കുന്നു നോക്കിയേ. സഹായം ചെയ്യുവാനുള്ള പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഇതിലെല്ലാം പുറമേയുള്ള ഈ കാര്യങ്ങൾ ഉപദേശകന്മാർ ഇതെല്ലാ കൃപാവരങ്ങളും അതിലൂടെ എന്തുകൊണ്ട് നോക്കിയേ. പ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ? എന്താ ഉത്തരം? യെസ് ഓർ നോ? ഇതിനെയാണ് നമ്മൾ റെട്ടറിക് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം റെട്ടറിക് എന്നുള്ളൊരു പ്രയോഗം ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ കാണാം. റെട്ടറിക് അതായത് ഒരേ ഉത്തരം കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ചോദ്യം തന്നെ പലതരത്തിൽ പറയുക. ഉത്തരവെല്ലാം ഒന്നായിരിക്കും. എന്തൊക്കെയാ ചോദ്യങ്ങൾ? എല്ലാവരും അപ്പോസ്തലന്മാരോ? നോ. എല്ലാവരും പ്രവാചകന്മാരോ? നോ. എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? നോ. എല്ലാവരും നോ. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഇതിനെല്ലാം ഉത്തരം എന്തായിരിക്കുള്ളൂ? നോ, 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 നോ. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു. എല്ലാവരും. അടുത്ത വാക്യം പറയാണ്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുന്നു. ഇവിടെ ഒരു ബ്രദർ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഓരോരുത്തരെയും അവയവങ്ങളായി ചേർക്കുമ്പോൾ തന്നെ കൃപാവരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇപ്പൊ അതിഥി ശുശ്രൂഷ വരം അല്ലെങ്കിൽ സഹായിപ്പാനുള്ള വരം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അദ്ദേഹം ഈ പ്രത്യേക ഏതെങ്കിലും വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിനകത്തുള്ളൊരു മറുപടി, എന്റെ ഒരു മറുപടി, ചില കൃപാവരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തല്ല പൊതുവായ ശുശ്രൂഷയ്ക്കുള്ള പരസ്പരം അവയവങ്ങൾ എഡിഫൈ ചെയ്യാനുള്ള കൃപാവരങ്ങളെ കുറിച്ചാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ പേഴ്സണൽ കൃപാവരങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ പ്രാർത്ഥിച്ച് മേടിക്കാം, കിട്ടിയാൽ മേടിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി അടുത്ത വാക്യം അതാ പറയുന്നത്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ആഗ്രഹിക്കുവിൻ. ശ്രേഷ്ഠ വരങ്ങളെ ആഗ്രഹിക്കുവിൻ. പക്ഷെ ഈ വാക്യം, ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഈ കൃപാവരങ്ങളും സ്നേഹവും തമ്മിൽ ഞാൻ ക്ലൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ കൃപാവരങ്ങളെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ എന്നിട്ട് പൗലോസ് പറയാണ് നല്ല കാര്യമാണ്, വാഞ്ചിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം മുമ്പിൽ കിടപ്പുണ്ട്. ഒരു ഭയങ്കരം കാര്യം, അത് ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്യവുമായി സ്ട്രോങ് കണക്ഷൻ ഉള്ള ഒരു വാക്യം 13-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാസേജുകൾ തമ്മിലുള്ള ലിങ്ക് കണ്ടുപിടിക്കുന്നത്.